എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഗാർഡനിലെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ലോട്ടസ് ഗാർഡനിൽ വിരിഞ്ഞിട്ടുള്ള ഫ്ലവറുകളും അതുപോലെ തന്നെ ഇനി ബഡ് ആയിട്ട് നിൽക്കുന്ന വെറൈറ്റികളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നെടുത്ത വീഡിയോ ആണിത്. നല്ല മഴയൊക്കെ ആയിരുന്നു ഇന്നലെ. അപ്പോൾ അത് കാരണം ബഡൊക്കെ കുറച്ചൊക്കെ ഇതായിട്ട് നിൽക്കുകയാണ്. ഫ്ലവറൊക്കെ കുറച്ചൊക്കെ പൊഴിഞ്ഞു പോയിട്ടുണ്ട് ചില വെറൈറ്റീസിൻ്റെയൊക്കെ. ഇത് വൈറ്റ് പിയോണി ആണെന്ന് തോന്നുന്നു. ചെറിയൊരു പോട്ടിലാണ് നട്ടിരിക്കുന്നത്. ഇപ്പോൾ എല്ലാ വെറൈറ്റീസിനകത്ത് ബഡായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് നമുക്കിപ്പോഴും ട്യൂബറൊന്നും സെയിലിനായിട്ടില്ല. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ അവസാനം വരെയും കാണുക. മിക്ക വെറൈറ്റീസിനകത്ത് ഇപ്പം ബഡായിട്ടുണ്ട്. അതുപോലെ തന്നെ മോർണിംഗ് സ്റ്റാറിൻ്റെ ബഡാണിത്. മോർണിംഗ് സ്റ്റാറൊക്കെ നമ്മൾ റീപ്പോർട്ട് ചെയ്തതിന് ശേഷം നട്ട് കൊടുത്തപ്പോഴുണ്ടായ ബഡാണ്. അതും വിരിയാറൊക്കെ ആയി നിൽക്കുക. 2-3 ദിവസം കൂടി വേണം വിരിഞ്ഞ് കിട്ടാനായിട്ട്. പിന്നെയുള്ളത് നമ്മുടെ അല്ലാതെയുള്ള ചെടികളും കുറച്ചൊക്കെ ഇവിടെ നട്ടിട്ടുണ്ട്. റോസും ബോഗൺവില്ല അങ്ങനെയൊക്കെയുള്ള കുറച്ച് വെറൈറ്റീസൊക്കെ ഉണ്ട്. ഇത് പിങ്ക് ക്ലൗഡാണ്. പിങ്ക് ക്ലൗഡിനെ വിരിയിച്ച് കൊടുത്തിട്ടില്ല. മിക്കവാറും അത് ഇന്ന് തന്നെ വിരിയിച്ച് കൊടുക്കുന്നതായിരിക്കും. വിരിയിച്ചില്ലെങ്കിലും നല്ലതായിട്ട് വിരിഞ്ഞ് കിട്ടുന്നതാണ്. ചിലപ്പോഴത് നമ്മൾ വിരിയിച്ച് കൊടുത്തില്ലെങ്കിൽ നിന്ന് ഉണങ്ങിപ്പോകുമ്പോണ്ട്. അതുകൊണ്ടൊന്ന് വിരിയിച്ച് കൊടുക്കണം. ഇപ്പം മഴ ചാറുന്നത് കൊണ്ടാണ് ഞാൻ വിരിയിച്ച് കൊടുക്കാൻ നിൽക്കാഞ്ഞത്. പിങ്ക് ക്ലൗഡൊക്കെ നല്ല വെറൈറ്റികളാണ്. തുടക്കക്കാർക്ക് പറ്റിയ വെറൈറ്റിയാണ് പിങ്ക് ക്ലൗഡ്. അതുപോലെ തന്നെ പുതിയ ചില വെറൈറ്റീസിനകത്ത് ഇപ്പം ബഡായിട്ടുണ്ട്. ചില ബഡുകളൊക്കെ മഴ കാരണം നശിച്ചു പോയി. എന്നാലും ചിലതൊക്കെ നല്ലതായിട്ട് തന്നെ പിടിച്ച് കിട്ടുന്നുണ്ട്. ഇത് വേറൊരു വെറൈറ്റിയാണ്. ഇത് സഹസ്രാറാണ്. സഹസ്രാറ് റീപ്പോർട്ട് ചെയ്തതിന് ശേഷം നമുക്കുണ്ടായ ബഡാണ്. ചെറിയ ബഡാണെങ്കിലും വളരെ വേഗം തന്നെ അതിനകത്ത് ബഡായിട്ടുണ്ട്. റീപ്പോർട്ടിന് ശേഷമാണ് ഉണ്ടായത്. സഹസ്രാറിന് 2-3 ഫ്ലവറൊക്കെ ആയിട്ടുള്ളതായിരുന്നു നേരത്തെ. എങ്കിലും ഇപ്പോഴും വളരെ വേഗം തന്നെ ബഡ് വന്നു. ഇത് പിങ്ക് ജൂപ്പിറ്ററാണ്. പിങ്ക് ജൂപ്പിറ്ററിന് റീപ്പോർട്ടിന് ശേഷമാണ് ഫ്ലവറായത്. 2ാമത്തെ തവണത്തെ റീപ്പോർട്ടിംഗ് ആണിത്. 2ാമത്തെ തവണ ഫ്ലവറായി. ഇതിപ്പോൾ അതിന് ശേഷം വീണ്ടും ആയിട്ടുള്ള ബഡാണ്. അപ്പോൾ ഒരുപാട് വെറൈറ്റീസൊക്കെ നമ്മളിവിടെ നട്ടിട്ടുണ്ട്. ചില വെറൈറ്റികൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിലും പുതുതായിട്ട് വാങ്ങി വെക്കുന്ന ചില വെറൈറ്റികളൊക്കെ നന്നായി പിടിച്ച് കിട്ടുന്നുണ്ട്. ഇത് ജപ്പാനീസ് ഓറഞ്ചാണ്. ജപ്പാനീസ് ഓറഞ്ചിൻ്റെ വിരിഞ്ഞ ഫ്ലവറാണ്. ഇത് ഏറ്റവും നന്നായി വിരിഞ്ഞതിന് ശേഷമുള്ള ഫ്ലവർ പിക്കാണ്. ഇതൊക്കെ നല്ല വെറൈറ്റീസാണ്. ഒരുപാട് ഫ്ലവർ ഉണ്ടാകുകയും ചെയ്ത്. ഇത് നല്ലൊരു വേറൊരു വെറൈറ്റിയാണ്. റെഡ് ഫഗൂൺ എന്ന് പറയുന്ന വെറൈറ്റി ആണെന്ന് തോന്നുന്നു. അതും 2ാമത്തെ ഫ്ലവറാണ്. നല്ല പൊക്കത്തിലാണ് അതിൻ്റെ ബഡൊക്കെ നിൽക്കുന്നത്. ഇത് നമ്മുടെ മാജിക് വൈറ്റാണ്. മാജിക് വൈറ്റ് നല്ലൊരു വെറൈറ്റിയാണ്. അതും റിപ്പോർട്ടിന് ശേഷം ഉണ്ടായതാണ്. നേരത്തെയും ഫ്ലവറായിട്ടുള്ളതാണ്. റിപ്പോർട്ടിന് ശേഷം ഇപ്പോഴും ഫ്ലവറായി തനിയെ വിരിഞ്ഞതാണ്. ഇതിപ്പോൾ 3ാമത്തെ ദിവസമാണ്. ഇതൊക്കെ വൈകുന്നേരം ആകുമ്പോഴേക്കും നല്ലതുപോലെ കൂമ്പി പോയിട്ട് പിറ്റേന്ന് നല്ലതായിട്ട് വിടർന്ന് വരുന്ന ഒരു വെറൈറ്റിയാണ് മാജിക് വൈറ്റ്. നല്ല പ്യുവർ വൈറ്റും സൈഡിലൊരു പിങ്ക് ഷെയ്ഡുമാണ്. വലിയ സീഡ് പോഡുമാണ്. കാണുമ്പം തന്നെ അറിയാമല്ലോ. നല്ല ഭംഗിയാണ് ഇതൊക്കെ നേരിട്ട് കാണാനായിട്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് വാട്ടർ പ്ലാന്റൊക്കെ സെയിലിനായിട്ടുണ്ട്. അല്ലാതെയുള്ള നോർമൽ പ്ലാന്റും വേണ്ട കൂട്ടുകാർക്ക് ചോദിക്കാം. ഇതും വേറൊരു വെറൈറ്റിയാണ്. വിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതാണെന്ന് അറിയാനൊക്കത്തുള്ളൂ. നല്ല രീതിയിൽ തന്നെ അതും ബഡ് വന്ന് നിൽക്കുകയാണ്. ഇത് അമേരിക്കമേലിയാണ്. അമേരിക്കമേലിയൊക്കെ ചെറിയ പോട്ടിൽ നട്ടിരിക്കുന്നതാണ്. മിക്ക ദിവസവും അമേരിക്കമേലിയക്കകത്ത് ഫ്ലവർ ആകുന്നുണ്ട്. തുടക്കക്കാർക്ക് പറ്റിയ വെറൈറ്റികളാണ് അമേരിക്കമേലിയും പിങ്ക് ക്ലൗഡും. പിന്നെയുള്ളത് കിവിയാണ്. കിവിയും 2ാമത്തെ റീപ്പോർട്ടിങ്ങിന് ശേഷമാണ് ഫ്ലവറായത്. എങ്കിലും അത് ഇപ്പോഴും റീപ്പോർട്ട് ചെയ്ത് കൊടുത്തപ്പോൾ നല്ല 2 ബഡ് വന്നിട്ടുണ്ട്. ആദ്യം ഒരു ഫ്ലവർ ആയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ വൈറ്റ് മാസ്കിയാണ്. ഇതെല്ലാം നമുക്ക് 2ാമത്തെ റീപ്പോർട്ട് ഇങ്ങനെ ശേഷം ബഡായിട്ടുള്ളതാണ് കാണിക്കുന്നത്. ആദ്യവും ഫ്ലവർ ഉണ്ടായ വെറൈറ്റികളാണ് ഇതൊക്കെ. ഇതും വേറൊരു വെറൈറ്റിയാണ്. അത് പത്മ എന്ന് പറയുന്ന ലോട്ടസാണ്. നേരത്തെ ഞാൻ ഷോർട്സൊക്കെ ഇട്ടിരുന്നിട്ടുള്ള വെറൈറ്റിയാണ്. സിംഗിൾ പെറ്റൽ വെറൈറ്റിയാണ് പത്മ. അതുപോലെ തന്നെ ഈ നിൽക്കുന്നത് അനഹട്ട എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. അതൊക്കെ കുറച്ച് നാൾ മുമ്പ് വാങ്ങി വെച്ചതാണ്. അതിനകത്തൊക്കെ ബഡായിട്ടുണ്ട്. മഴക്കാലമായതിനാൽ കുറച്ച് ബഡൊക്കെ നശിച്ചു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാം വെള്ളം മാറ്റി കൊടുത്തിട്ട് ഒന്നുകൂടി ക്ലിയർ ചെയ്യണം. ഇതിന്
ഇത് പിങ്ക് ബൗളാണ്. പിങ്ക് ബൗളൊക്കെ രണ്ടാമത്തെ റിപ്പോർട്ടിങ്ങിന് ശേഷം ബഡ് വന്നിട്ടുള്ളതാണ്. ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ പിടിച്ച് കിട്ടുന്നുണ്ട്. പിങ്ക് ബൗളും മാജിക് വൈറ്റ് ഇതെല്ലാം നല്ല വെറൈറ്റികളാണ്. അതുപോലെ തന്നെ വേറെയും ചില വെറൈറ്റികൾക്കകത്തൊക്കെ ബഡ് വന്നിട്ടുണ്ട്. ഇതും ഒരു പുതിയ വെറൈറ്റിയാണ്. അതൊക്കെ ഗ്രീൻ ഷെയ്ഡ് വരുന്ന വെറൈറ്റികളാണ്. പിസ്ത ഗ്രീൻ ആണെന്ന് തോന്നുന്നു. ഒക്കെ ഫ്ലവർ ആയി കഴിയുമ്പോൾ ഞാൻ വീഡിയോ ഇട്ട് കാണിക്കുന്നതായിരിക്കും. ഏതായാലും ഇനി അത് പോകത്തില്ലെന്ന് തോന്നുന്നു. നല്ല രീതിയിൽ തന്നെ നമുക്ക് പിടിച്ച് കിട്ടുന്നുണ്ട്. അപ്പം മഴക്കാലമായതിനാൽ നമുക്ക് നമുക്ക് ലോട്ടസ് ട്യൂബറൊക്കെ വാങ്ങി വെക്കുന്നതിന് കുഴപ്പമില്ല. നമ്മൾ അത്രയും കെയർ ചെയ്യണമെന്നേ ഉള്ളൂ. ചിലപ്പോൾ മഴ ഓവറാകുമ്പോൾ നമ്മൾ ടബൊക്കെ നിറഞ്ഞ് കവിയുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ മാറ്റി കൊടുത്തതിന് ശേഷം വെയിലുള്ള ഷെയ്ഡിൽ തന്നെ വെക്കുക. അപ്പോൾ നശിച്ചു പോകത്തില്ല. ഇത് മൃണാളിനി ലോട്ടസാണ്. മൃണാളിനിക്കകത്ത് ഫ്ലവറുണ്ട്. ഇത് ചാന്ദിനിയാണ്. ചാന്ദിനിയൊക്കെ ആദ്യം ഉള്ള വെറൈറ്റികളായിരുന്നു. ഇതൊക്കെ റീപോർട്ടിന് ശേഷമൊക്കെ വീണ്ടും ഫ്ലവർ ആയതാണ്. ഇത് നമ്മുടെ മൃണാളിനി തന്നെയാണ്. അതിൻ്റെ ബഡൊന്ന് വിരിയിച്ച് കൊടുക്കണം. ഈ കാണുന്നതാണ് നമ്മുടെ ബാവോ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് നല്ലൊരു വെറൈറ്റിയാണ്. വളരെ വേഗം തന്നെ ഫ്ലവർ ആയിട്ടുണ്ട്. തനിയെ വിരിഞ്ഞതാണ് ബാവോ. പെറ്റലൊക്കെ പൊഴിയാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല വൈറ്റും യെല്ലോയും എല്ലാം കൂടെ വരുന്ന ഒരു കളർ കോമ്പിനേഷനാണ് ബാവോ. നല്ല വലിയ ഫ്ലവറാണ്. എൻ്റെ ആദ്യത്തെ ഫ്ലവറാണ്. അപ്പം ലോട്ടസ് ഫ്ലവറൊക്കെ കാണാൻ ആഗ്രഹമൊന്നുമുള്ള കൂട്ടുകാർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെയും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.